നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള സങ്കടങ്ങളും ദുരിതങ്ങളും പല കടബാധ്യതകളാൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥകളാണല്ലോ. ഇവയിൽ നിന്നെല്ലാം മറികടക്കാനുള്ള ഒരു മാർഗമാണ് ഇവിടെ പറയാൻ പോകുന്നത്. പല ദോഷങ്ങളാലും ശത്രുദോഷങ്ങളാലായാലും പല ബുദ്ധിമുട്ടുകളാൽ വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്ന ഭക്തർക്കും ഈ പറയുന്ന രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവുന്നതുമാണ്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്രകാരം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ നിറവേറ്റി തരുന്നതുമാണ്. നമ്മൾ ഓരോരോ ആഗ്രഹങ്ങളാൽ വളരെയധികം സന്തോഷത്തിലായിരിക്കും. പക്ഷേ നമ്മൾക്ക് യാതൊരു വിധത്തിലും ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പല തടസ്സങ്ങളാൽ കഴിയാത്ത അവസ്ഥകളാണ്. ശത്രുദോഷങ്ങളാലും പല തടസ്സങ്ങളാലും ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെയധികം പ്രയാസത്തിലാണ്. കടബാധ്യതകളാൽ വളരെയധികം വിഷമത്തിലും അനുഭവിക്കുന്ന ഭക്തരാണ്. എങ്കിലും മഹാദേവൻ്റെ ഈ പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃ ശിവായ എന്ന് 108 തവണ ജപിക്കൂ. മുടങ്ങാതെ 38 ദിവസം നിങ്ങൾ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും ഇനി തടസ്സം കൂടാണ്ട് അനുഭവിക്കും എന്നുള്ള ധൈര്യത്തോടു കൂടി, മഹാദേവൻ കൂടെയുണ്ട് എന്നുള്ള മനോധൈര്യത്തോടു കൂടി നിങ്ങൾ ജപിക്കൂ. തീർച്ചയായിട്ടും മഹാദേവൻ നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മഹാദേവൻ അറിയില്ല എന്നുള്ള മനോഭാവമായിരിക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും. അത്രയേറെ കഷ്ടപ്പെടുന്നതാണല്ലോ. പക്ഷേ എല്ലാറ്റിനും ശമനമായിരിക്കുന്നു. ഇനിയെല്ലാം നല്ല ഒരു സ്ഥാനത്തെത്തുന്നതാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഓരോന്നോരോന്നായിട്ട് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ മഹാദേവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുമാണ്. വിവാഹ തടസ്സങ്ങളാലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാലും നിങ്ങൾ ഇനിയുള്ള വിഷമത്തോട് കൂടിയിട്ടുള്ള കാലഘട്ടങ്ങളെല്ലാം മാറി ഇനി നിങ്ങളുടെ കാലം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഇത്രയധികം സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ എന്ന് മറ്റുള്ളവർ പറയുന്ന രീതിയിലുള്ള അവസ്ഥകളായിരിക്കും നിങ്ങൾക്ക് മഹാദേവൻ കാണിച്ചു തരുന്നത്. ഓം നമഃ ശിവായ.